നമുക്കറിയാം, ലെവലിംഗ് സർവേ ചെയ്യുന്നത് ഒരു പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാനോ അതല്ലെങ്കിൽ രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനോ ആണ്. ഈ വീഡിയോയിൽ ലെവലിംഗ് ചെയ്യുന്നതിൻ്റെ തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലെവലിംഗ്, അതുപോലെ ഫീൽഡിൽ ലെവലിംഗ് വർക്ക് ചെയ്ത് കാൽക്കുലേഷൻസ് ചെയ്യുന്നതിൻ്റെ തിയറി, അത് എങ്ങനെയാണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ലെവലിംഗ് രണ്ട് തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സിമ്പിൾ ലെവലിംഗ്, ഡിഫറൻഷ്യൽ ലെവലിംഗ്. ഇതിൽ രണ്ടിലും രണ്ട് പോയിൻറ്റുകളുടെ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു പോയിൻറ്റിനെ അപേക്ഷിച്ച് മറ്റു പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനോ ആണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ലെവലിങ്ങിൽ ഈ രണ്ട് പോയിൻറ്റുകൾ, പോയിൻറ്റ് 1ഉം 2ഉം വളരെ വിസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിൽ സിമ്പിൾ ലെവലിംഗ് യൂസ് ചെയ്യും. അതല്ല, ഈ രണ്ട് പോയിൻറ്റുകളും വളരെ അകലത്തിലാണ്, വിസിബിൾ അല്ല, അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക്, അങ്ങനെയുള്ള കേസിൽ ഡിഫറൻഷ്യൽ ലെവലിംഗ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് വൺ, സിമ്പിൾ ലെവലിംഗ്. ഇതിൽ രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള എലിവേഷനിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ പോയിൻറ്റുകളുടെ റെഡ്യൂസ് ലെവൽസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ആക്ച്വലി ഇവിടെ ഇൻസ്ട്രുമെൻ്റ് വെച്ചിരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഗ്രൗണ്ടിൽ ഈ ഒരു ലൊക്കേഷനിലാണ് ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ ലെവൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെലസ്കോപ്പ് ലെവൽ ഇവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ടെലസ്കോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, അതിനൊരു ലൈൻ ഓഫ് കൊളിമേഷൻ ഉണ്ട്. ഈ ലൈൻ ഓഫ് കൊളിമേഷനാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് റെഡ് കളറിൽ. ലൈൻ ഓഫ് കൊളിമേഷൻ എപ്പോഴും പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിരിക്കണം, അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇത് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇവിടെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫേം ആയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഈ ബെഞ്ച് മാർക്കിൻ്റെ ഈ ടോപ്പ് സർഫസ് അതിൻ്റെ റെഡ്യൂസ് ലെവൽ നോൺ ആയിരിക്കും. റെഡ്യൂസ് ലെവൽ 50 മീറ്റർ എന്നാണ് ഈ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. 50 മീറ്റർ, അതായത് മീൻ സീ ലെവലിൽ നിന്നും താഴെയുള്ള മീൻ സീ ലെവലിൽ നിന്നും ഈ സർഫസ്, ഈ ഒരു പോയിന്റ് നിൽക്കുന്നത് 50 മീറ്റർ ഉയരത്തിലാണ്. അതാണ് ഇതിൻ്റെ മീനിങ്. ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു താഴ്ന്ന പ്രദേശമാണ്, ഒരു കുഴി പോലത്തെ ഒരു പ്രദേശമാണ്. പിന്നെ വീണ്ടും ഉയർന്നു പോകുന്നു. അപ്പോൾ ഈ കുഴിയിൽ ഒരു പോയിന്റ്, സപ്പോസ് ഇതിനൊരു പേര് കൊടുക്കാം, എ എന്ന് പറയുന്ന പോയിന്റ് എ അതെവിടെയാണ്? അത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. ബെഞ്ച് മാർക്ക് പോയിന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് താഴ്ന്നാണ് നിൽക്കുന്നത്. അതുപോലെ പോയിന്റ് ബി അതും താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. ഈവൻ പോയിന്റ് സിയും വളരെ താഴ്ന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 3 പോയിന്റുകളുണ്ട്. ഈ 3 പോയിന്റുകളും ബെഞ്ച് മാർക്കിനെ അപേക്ഷിച്ച് അതിൻ്റെ എലിവേഷൻ താഴ്ന്നാണ് നിൽക്കുന്നത്. അപ്പോൾ എത്ര താഴ്ന്നു നിൽക്കുന്നു അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബെഞ്ച് മാർക്കിനെ അപേക്ഷിച്ച് പോയിന്റ് എ എത്ര മീറ്റർ താഴ്ചയിലാണ് നിൽക്കുന്നത് അത് കണ്ടുപിടിക്കാൻ നമുക്ക് ലെവലിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാവുന്നത് ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ് ലെവലാണ് അറിയാവുന്നത്. ഇനി ലൈൻ ഓഫ് കൊളിമേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെലിസ്കോപ്പിൽ കൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈനാണ്. നമ്മൾ ആദ്യം ഈ ടെലിസ്കോപ്പ് വെച്ച് നമ്മൾ സ്റ്റാഫ് ഈ ബെഞ്ച് മാർക്കിൻ്റെ മുകളിൽ പിടിച്ചു വെച്ചിട്ട് ടെലിസ്കോപ്പ് കൊണ്ട് ഈ സ്റ്റാഫിലേക്ക് നോക്കുന്നു. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് ഈ ഒരു റീഡിങ് നമുക്ക് കിട്ടും. ഇവിടെ എഴുതിയിരിക്കുന്ന റീഡിങ് ഈ സ്കെയിലിൻ്റെ താഴത്ത് 0 ആയിരിക്കും. 0യിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള ഹൈറ്റാണ് നമുക്ക് റീഡിംഗ് ആയിട്ട് കിട്ടുക. അത് 1.2 മീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1.2 മീറ്റർ. അപ്പോൾ നമുക്ക് ഈ 1.2 മീറ്റർ എന്നുള്ളത് ഈ റെഡ്യൂസ് ലെവലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ 50 മീറ്ററിൻ്റെ കൂടെ ഈ 1.2 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 51.2
അത് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഓഫ് കോളിമേഷൻ്റെ റെഡ്യൂസ് ലെവലായിരിക്കും. അതായത് ഈ ഒരു മീൻ സീ ലെവലിൽ നിന്ന് ലൈൻ ഓഫ് കോളിമേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 51.2 മീറ്റേഴ്സാണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഇതിന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ്, HI, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ്. അതല്ലെങ്കിൽ ഇതിനെ പറയുന്നത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ലൈൻ ഓഫ് കോളിമേഷൻ. അപ്പോൾ ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക്, RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് സൈറ്റ് ചെയ്ത റീഡിങ് ഈ 1.2 മീറ്റർ. അതിനെ നമ്മൾ ബാക്ക് സൈറ്റ് എന്നാണ് പറയാം. കാരണം അത് ഫസ്റ്റ് സൈറ്റ് ചെയ്ത റീഡിങ് ആയതുകൊണ്ട് ഫസ്റ്റ് സൈറ്റ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഫസ്റ്റ് സൈറ്റ് ചെയ്യുന്ന റീഡിങ്ങിനെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്കിൻ്റെ കൂടെ സൈറ്റ് ചെയ്ത ലെവലിൻ്റെ റീഡിങ് കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഇൻസ്ട്രുമെൻ്റ് വെച്ചതിന് ശേഷം ആദ്യമായിട്ട് എടുത്ത റീഡിങ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ബാക്ക് സൈറ്റ് എന്നാണ് പറയാറ്. ഈ 1.2 മീറ്ററിനെ ബാക്ക് സൈറ്റ് റീഡിംഗ് എന്നാണ് പറയുക. സോ ഈ ജനറൽ ഇക്വേഷൻ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ ഓഫ് ലൈൻ ഓഫ് കോളിമേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഈ ടെലസ്കോപ്പ് അല്ലെങ്കിൽ ലെവൽ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് പോയിന്റ് എയിലേക്ക് അവിടെ ഒരു സ്റ്റാഫ് പ്ലേസ് ചെയ്തിട്ട് വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തിട്ട് അവിടേക്കുള്ള റീഡിങ് മെഷർ ചെയ്തെടുക്കും. അപ്പോൾ അവിടേക്കുള്ള റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലൈൻ ഓഫ് കോളിമേഷൻ എവിടെയാണോ വന്ന് ടച്ച് ചെയ്യുന്നത് അവിടെ മുതൽ ഈ ഗ്രൗണ്ട് മുതൽ 0 മുതൽ അവിടെ വരെയുള്ള ഹൈറ്റ്. ദാറ്റ് മീൻസ് ഈ ഒരു ഹൈറ്റാണ് നമുക്ക് റീഡിംഗ് ആയിട്ട് കിട്ടുക സൈറ്റ് ചെയ്യുമ്പോൾ. സൈറ്റ് ചെയ്ത റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടുക. ഇത് കിട്ടിയിരിക്കുന്നത് ഈ കേസിൽ 2.5 മീറ്ററാണ് കിട്ടിയിരിക്കുന്നത്. എപ്പോഴും ഒരു കുഴിയിൽ ഒരു താഴ്ന്ന പ്രദേശത്ത് നമ്മൾ സ്റ്റാഫ് വയ്ക്കുമ്പോൾ എന്തായാലും വലിയൊരു റീഡിംഗ് ആണ് കിട്ടുക. അതേസമയം ഒരു ഉയർന്ന പ്രദേശത്താണ് നമ്മൾ വെച്ചിരുന്നെങ്കിൽ ചെറിയ റീഡിംഗ് ആണ് സ്റ്റാഫ് റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ 2.5 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ 2.5 മീറ്റർ ഈ റീഡിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പോയിന്റ് എയുടെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഈ ലൈൻ ഓഫ് കോളിമേഷൻ അതിൻ്റെ റെഡ്യൂസ് ലെവൽ നമുക്കറിയാം. അതിനകത്ത് നിന്ന് ഈ 2.5 മീറ്റർ കുറച്ചാൽ മതി, മൈനസ് ചെയ്താൽ മതി. സോ 51.2 മൈനസ് 2.5 മീറ്റർ അത് എത്രയാണോ അതായിരിക്കും പോയിന്റ് എയുടെ റെഡ്യൂസ് ലെവൽ. അതിവിടെ കിട്ടിയിരിക്കുന്നത് 48.7 മീറ്റർ എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് റെഡ്യൂസ് ലെവൽ ഓഫ് എ ഇസ് ഈക്വൽ ടു 48.7, റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് ഇസ് ഈക്വൽ ടു 50. അപ്പോൾ ഈ രണ്ട് റെഡ്യൂസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എ എന്ന് പറയുന്ന പോയിന്റ് താന്ന് നിൽക്കുന്ന പോയിന്റാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി സിമ്പിൾ ലെവലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഈ റെഡ്യൂസ് ബെഞ്ച് മാർക്കിനെ അപേക്ഷിച്ച് പോയിന്റ് എത്ര താഴ്ന്നിട്ടാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. രണ്ട് റെഡ്യൂസ് ലെവലും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. 50 മൈനസ് 48.7 അത് നമുക്ക് 1.3 മീറ്റർ. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1.3 മീറ്റേഴ്സ് ആണെന്ന് മനസ്സിലാവും. ഇതുപോലെ ഈ സിമ്പിൾ ലെവലിംഗ് പ്രൊസീജിയർ നമുക്ക് അടുത്ത പോയിന്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്ക് പകരം ബിയുടെ ബെഞ്ച് മാർക്കും ബിയും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പോയിന്റ് ബിയിലേക്ക് സൈറ്റ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് ദ സ്റ്റാഫ് റീഡിംഗ്. അത് നമുക്ക് കിട്ടുന്നത് 1.7 മീറ്ററാണ്. അതായത് ഈ ലൈൻ ഓഫ് കോളിമേഷൻ വരെയുള്ള ഡിസ്റ്റൻസ് പോയിന്റ് ബിയിൽ നിന്ന് ഇത് 1.75 മീറ്ററാണ്. സോ റെഡ്യൂസ് ലെവൽ ഓഫ് ബി ഈസ് ഈക്വൽ ടു ബെഞ്ച് മാർക്ക്, റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ദ സ്റ്റാഫ് റീഡിംഗ്.
അതായത് സോറി മൈനസ് ദ സ്റ്റാഫ് റീഡിംഗ് 50 sorry there is a correction reduced level of B is equal to reduced level of line of collimation minus the staff reading. That means 51.2 minus 1.75. അപ്പോൾ അതാണ് reduced level of B കിട്ടുക. അതായത് 49.45 മീറ്റർ എന്നാണ് കിട്ടുന്നത് RL. ഇനി അതുപോലെ തന്നെ സി എന്ന് പറയുന്ന പോയിന്റ് RL നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ RL ഓഫ് പോയിന്റ് സി ഈസ് ഈക്വൽ ടു RL ഓഫ് ലൈൻ ഓഫ് കൊളിമേഷൻ മൈനസ് ദ സ്റ്റാഫ് റീഡിംഗ്. സ്റ്റാഫ് റീഡിംഗ് നമുക്ക് വരുന്നത് 3.2 ആണ്. ഇത് വളരെ താഴ്ന്നൊരു സ്ഥലമാണ്, അതുകൊണ്ട് നല്ല വലിയ ഹൈറ്റാണ് വരുന്നത്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് RL കിട്ടുന്നത് 48 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 RLകൾ കിട്ടിയിട്ടുണ്ട്. RL ഓഫ് പോയിന്റ് എ 48.7, RL ഓഫ് പോയിന്റ് ബി 49.45, RL ഓഫ് പോയിന്റ് സി 48. അതുപോലെ നമുക്ക് ബെഞ്ച് മാർക്കിൻ്റെ RL അറിയാവുന്നതാണ്, അത് നോൺ ആണ്, ഇനീഷ്യലി തന്നെ തന്നിട്ടുണ്ട്, അത് 50. അപ്പോൾ 4 ഈ ആദ്യത്തെ പോയിന്റിനെ അപേക്ഷിച്ച് 3 പോയിന്റുകളും താന്നാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഓരോന്നും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എയും ബിയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എ ഉയർന്ന സ്ഥലവും ബി ഉയർന്ന സ്ഥലവും എ താഴ്ന്ന സ്ഥലമാണെന്ന് അറിയാം. അത് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 49.45 മൈനസ് 48.7, ഇത്രയാണ് ലെവൽ ഡിഫറൻസ് വരാം, ഈ ഒരു ഹൈറ്റ് വരുന്നത്. അപ്പോൾ സിമ്പിൾ ലെവലിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, വിവിധ പോയിന്റുകളുടെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ സാധിക്കും. 2, പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇൻ എലിവേഷൻ കണ്ടുപിടിക്കാൻ കഴിയും. അതായത് റൈസ് ആണോ ഫാളാണോ വരുന്നത് എന്നുള്ളത്. 2 പോയിന്റുകൾ തമ്മിൽ ഒരു പോയിന്റിനെ അപേക്ഷിച്ച് മറ്റേത് താന്നിരിക്കണോ പൊങ്ങിയിരിക്കണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഡിഫറൻഷ്യൽ ലെവലിംഗ് യൂസ് ചെയ്യുന്നത് 2 പോയിന്റുകൾ വളരെ അകലത്തിലാണെങ്കിൽ അത് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഡിഫറൻഷ്യൽ ലെവലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ 2 പോയിന്റുകൾ വളരെ ഹൈറ്റ് എലിവേഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലൈൻ ഓഫ് കൊളിമേഷനിൽ മുകളിൽ ഗ്രൗണ്ട് ലെവൽ വരികയാണെങ്കിൽ, ഈ ഗ്രൗണ്ടിൻ്റെ ഇങ്ങനെയാണ് പോകുന്നത്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ഓഫ് കൊളിമേഷനിൽ മുകളിലാണ് അത് വരുന്നത്. സോ ഇറ്റ് വിൽ നോട്ട് ബി വിസിബിൾ. നമ്മൾ സ്റ്റാഫ് കൂടെ പിടിക്കുകയാണെങ്കിൽ സ്റ്റാഫിൽ നിന്ന് റീഡിങ് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഡിഫറൻഷ്യൽ ലെവലിംഗ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ സിമ്പിൾ ലെവലിംഗ് ടെക്നിക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അവിടെ. അതുപോലെ തന്നെ ഈ 2 പോയിന്റുകൾ തമ്മിൽ അതിനിടയ്ക്ക് അടുത്താണെങ്കിൽ പോലും ഇതിനിടയിൽ വല്ല ഒബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിലും, വല്ല മരമോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും സിമ്പിൾ ലെവലിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ ഡിഫറൻഷ്യൽ ലെവലിങ്ങിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇവിടെ ഡിഫറൻഷ്യൽ ലെവലിങ്ങിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേഷനിൽ മാത്രമായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ 2 പോയിന്റുകളുടെ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ റേഡിയസ് ലെവൽ കണ്ടുപിടിക്കാനോ ആയിട്ട്. അപ്പോൾ തന്നെ അതിനകത്ത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ ഓഫ് ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയുന്നത് അത് 1ൽ കൂടുതലുണ്ടാവും. ഇത് ആക്ച്വലി ഒരു ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പൊസിഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റിന് അതിൻ്റെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടിയിരിക്കുന്നത് 102.45 ആണ്. കാരണം ബെഞ്ച് മാർക്ക്, ഇവിടെ ബെഞ്ച് മാർക്ക് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് ബെഞ്ച് മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എലിവേഷൻ 100 ആണ്. അതുപോലെ അതിനകത്തേക്കുള്ള സ്റ്റാഫ് റീഡിങ്ങിൻ്റെ വാല്യൂ 2.45 ആണ്. അതായത് ഈ ഒരു ഹൈറ്റ് 2.45 മീറ്റർ ആണ്. അപ്പോൾ 102.45 ആണ് ഫസ്റ്റ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്, HI. ഇനി ഇൻസ്ട്രുമെൻ്റ് ഇവിടേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഇതിൻ്റെ ലൈൻ ഓഫ് കൊളിമേഷൻ മാറി, ഇതായി മാറി ഇതിൻ്റെ ലൈൻ ഓഫ് കൊളിമേഷൻ. സോ അവിടെ ഒരു HI ഉണ്ടാവും. സോ ഈ HI കണ്ടുപിടിക്കണം. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കിവിടെ ഒരു പോയിന്റ് എടുത്തൂടെ നമ്മൾ
നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് ഒരു സൈറ്റ് റീഡിംഗ് എടുത്തു. സോ അത് 0.6 കിട്ടി. അത് ആക്ച്വലി 4 സൈറ്റാണ് നമുക്ക്. അപ്പോൾ ഈ പോയിൻ്റ് റെഡ്യൂസ് ലെവൽ കിട്ടും. ഫസ്റ്റ് HIന്ന് ഈ സ്റ്റാഫ് റീഡിംഗ് 0.6 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ലെവൽ ഓഫ് ദിസ് പോയിന്റ് കിട്ടും. അതിനുശേഷം ഇൻസ്ട്രുമെൻ്റ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെൻ നമ്മൾ വീണ്ടും ഇതേ പോയിന്റിലേക്ക് തന്നെ സ്റ്റാഫ് റീഡിംഗ് എടുത്തു. സോ യു ആർ ഗെറ്റിംഗ് ദിസ് മച്ച് ഹൈറ്റ്, അതായത് 1.7 മീറ്റർ. സോ ഈ റെഡ്യൂസ് ലെവൽ ഓഫ് ദിസ് പോയിന്റിൻ്റെ കൂടെ ഈ സ്റ്റാഫ് റീഡിംഗ് ഇത് ആക്ച്വലി ബാക്ക് സൈറ്റാണ്. ഈ 1.7 മീറ്റർ എന്ന് പറയുന്നത് അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് HI ഓഫ് ദ ന്യൂ പൊസിഷൻ. ഇനി ഇതുപോലെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് പല ചേഞ്ച് പോയിന്റുകൾ യൂസ് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റുകൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എത്ര ഡിസ്റ്റൻസിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കും. ലാസ്റ്റ് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള പോയിന്റ് ഏതാണോ അവിടെ എത്തുന്നത് വരെ, നമുക്ക് ആവശ്യമുള്ള പോയിന്റ് ഇതാണെന്ന് വിചാരിക്കാം, അതിലേക്ക് സ്റ്റാഫ് റീഡിങ് കിട്ടുന്നത് വരെ നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ 3 HI വരും, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് വരും, അതായത് 3 ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഫസ്റ്റ് പോയിന്റും അതുപോലെ ലാസ്റ്റ് പോയിന്റ് അത് തമ്മിലുള്ള റെഡ്യൂസ് ലെവൽ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എലിവേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മെത്തേഡിനെ പറയുന്നതാണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്നുള്ളത്. ഈ ഡിഫറൻഷ്യൽ ലെവലിംഗ് ശരിക്കും മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ കൂടുതൽ ക്ലിയർ ആയിരിക്കും. നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ആദ്യം ഇവിടെ സെറ്റ് ചെയ്തു. ഇതൊരു പ്ലാൻ വ്യൂ ആണ്. ഈ താഴെ കൊടുത്തിരിക്കുന്നത്, മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ അതിൻ്റെ ഒരു പ്രൊഫൈൽ വരുന്നത് ഗ്രൗണ്ടിൻ്റെ. ഇൻസ്ട്രുമെൻ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതായത് എലിവേഷൻ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റിലാണ് ഇൻസ്ട്രുമെൻ്റ് ഫസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻ്റ് രണ്ടാമതായി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, അതായത് ഇതാണ് സെക്കൻഡ് പൊസിഷൻ. തേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, അതായത് ഗ്രൗണ്ടിൽ പ്ലാനിൽ നോക്കുകയാണെങ്കിൽ ഇത് ഫോർത്ത് പൊസിഷൻ ഇതാണ്. ഇവിടെ നമ്മൾ റീഡിംഗ് എടുക്കുന്ന പോയിന്റ്സ് A, B, C, D, E, F, G, H, I, H, J. അതിവിടെ സ്റ്റാഫ് വെച്ച് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബെഞ്ച് മാർക്കിൽ നിന്നാണ്. അതിൻ്റെ റെഡ്യൂസ് ലെവൽ 50 മീറ്റർ എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ബെഞ്ച് മാർക്ക്. നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഇവിടെ ഫസ്റ്റ് സെറ്റ് ചെയ്തു, ഫസ്റ്റ് റീഡിംഗ് എടുത്തു. അത് ബാക്ക് സൈറ്റാണ്, നേരത്തെ പറഞ്ഞതാണ്. ഈ 2.554 എന്ന് പറയുന്നത് ബാക്ക് സൈറ്റാണ്. സോ ഫസ്റ്റ് റീഡിങ്ങും റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്കിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. ആഡ് ചെയ്താൽ മതി രണ്ടും കൂടി. സോ ഈ ഒരു ലൈനിൻ്റെ റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ആഡ് ചെയ്ത വാല്യൂ ആയിരിക്കും. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് A കണ്ടുപിടിക്കാം, കാരണം ഈ സ്റ്റാഫ് റീഡിംഗ് മൈനസ് ചെയ്താൽ മതി. B കണ്ടുപിടിക്കാം, സിയുടെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാം, ഡിയുടെയും കണ്ടുപിടിക്കാം. ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് മാറ്റുന്നു. അതിനുശേഷം സെയിം D എന്ന് പറയുന്ന പോയിന്റിലേക്ക് വീണ്ടും സൈറ്റ് ചെയ്യണം. അതിനെ നമ്മൾ ബാക്ക് സൈറ്റ് എന്നാണ് പറയാം. ഫസ്റ്റ് റീഡിങ്ങിന് എപ്പോഴും ബാക്ക് സൈറ്റ് എന്നാണ് പറയാം. ഇതുപോലെ ഇവിടെ ലാസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് ലാസ്റ്റ് സൈറ്റ് ചെയ്ത റീഡിങ് അതിനെ 4 സൈറ്റ് എന്നാണ് പറയാം. നമുക്ക് ഈ ബാക്ക് സൈറ്റ് യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ലെവൽ ഓഫ് D യൂസ് ചെയ്തിട്ട് പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കാം. ആ ഒരു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇതാണ് ലൈൻ ഓഫ് കോളിമേഷൻ. ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ പോയിന്റ് E ആൻഡ് എഫിൻ്റെ റെഡ്യൂസ് ലെവൽ ആ രീതിയിൽ പ്രൊസീഡ് ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ പോയിന്റിൻ്റെ റെഡ്യൂസ് ലെവൽസ് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇതിൽ ഒരേ പോയിന്റിലേക്ക് 2 തവണ റീഡിംഗ് എടുക്കുന്നത്, ഒരു 4 സൈറ്റും ഒരു ബാക്ക് സൈറ്റും അങ്ങനെയുള്ള പോയിന്റുകളെ ചേഞ്ച് പോയിന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ 1, 2, 3 ഈ 3 സ്ഥലങ്ങളും ചേഞ്ച് പോയിന്റ്സ് ആണ്. 3 ചേഞ്ച് പോയിന്റ്സ് ആണ് ഉള്ളത്. ലാസ്റ്റ് അവസാനിപ്പിക്കുന്നത് J എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ സിമ്പിൾ ലെവലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ J എന്ന് പറയുന്ന പോയിന്റിൻ്റെ റെഡ്യൂസ് ലെവലോ അല്ലെങ്കിൽ ലെവൽ ഡിഫറൻസോ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം ഇൻസ്ട്രുമെൻ്റ് ഫസ്റ്റ് ഇവിടെ ഈ ഒരു പൊസിഷനിൽ വെച്ചതിന് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈൻ ഓഫ് കോളിമേഷൻ എങ്ങനെയാണ്, മാക്സിമം ഇവിടെ വരെ ഈ ഒരു പ്രദേശത്തിലെ ഈ ഒരു സ്ഥലത്തിൽ മാത്രമേ സ്റ്റാഫ് വയ്ക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലേക്ക് സ്റ്റാഫ് എന്തായാലും വയ്ക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് വേരിയസ് പോയിന്റ്സ് ഒരു ബുക്കിൽ നോട്ട് ചെയ്തിട്ട്, ഒരു ഫീൽഡ് ബുക്കിൽ നോട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.